അപ്പൊ ഐറ്റം കണ്ടോടെ അത് ലൈവ് മ്യൂട്ടേ ലൈവ് മ്യൂട്ടേ ലൈവ് മ്യൂട്ടേ അതെങ്ങനെ മാറ്റുന്നത്? അതെ അല്ലെ ഗോകുന്റെ സ്ക്രീൻ ലൈവ് മ്യൂട്ട് അല്ല അതല്ലേ സൗണ്ട് കേൾക്കൂലല്ലോ. അപ്പൊ സൗണ്ട് കേൾക്കൂലല്ലോ. അതങ്ങ് ശരിയാണ്. അത് കുഴപ്പമില്ല, നീ പ്ലേ നോക്കാം. ഇപ്പൊ നോട്ടെ ഇതെന്ത് ഇത് ഇങ്ങനെ ഇട്ടാ കൊണ്ടുപോയാ ഇനി നമ്മള് ഡാൻസ് സ്റ്റെപ്പ് നോക്കിയോ? ഡാൻസ് സ്റ്റെപ്പ് വിഷയമാണ്. അവിടുത്തെ ട്രഡീഷൻ ആണ്, മനസ്സിലായില്ലേ? ഇനി അങ്ങേര് ഓരോ ഡാൻസ് കാണിച്ചിട്ട് നമ്മളെല്ലാം കളിക്കണം. വെള്ളാട്ട് പോക്കറ് കുടുക്കോട്ടി പിന്നെ കുടുക്കും. ഇതാണ് വെള്ളാട്ട് പോക്കറ്. കാണാത്തവരെ കണ്ടു. ഈ കുടുക്കോട്ടി ആശാൻ റൂമിൽ കൊണ്ടുപോട്ടാ, കുടുക്കോട്ട് റൂമിൽ കൊണ്ടുള്ള പരിപാടി കാണിക്കണേ. എന്തോ കാണിക്കണേട്ടാ. അങ്ങനെ ഒരിക്കലും കളിക്കരുത്. അങ്ങേക്ക് പോലത്തെ വാർത്തയില്ല. തൊള്ളതായി. അയ്യോ അച്ഛൻ, അച്ഛനാ ഇത് തൊപ്പിയല്ലേ ഇത്? അതെനിക്ക് ചെറുതായിട്ട് ഇത് തോന്നിട്ടുണ്ട്. ഞാൻ പിന്നെ പറയാൻ ഒളിവിലായിരുന്നല്ലേ? അല്ലയാ, എന്നിട്ട് നമ്മള് ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ഫുഡും ഡാൻസ് ഷോ അതൊക്കെ ഉള്ള സാധനമാണ് കേട്ടാ. ഇതിന്റെ അങ്ങോട്ട് പോകാൻ നിന്നപ്പോ ഒരു സാധനം കണ്ട്. എന്തായിരുന്നോ കാണുന്നുണ്ടാ? ഒട്ടപക്ഷി ഇത് ഒട്ടപക്ഷി അല്ലേ? ഇത് ഒട്ടപക്ഷി അല്ലേ? ഇതിന്റെ സൈസ് ഉണ്ടല്ലോ എന്റെ പൊന്നെ. അതുകൊണ്ടല്ലേടാ അതിനെ ഒട്ടക പക്ഷി വിളിക്കുന്നേ. എത്ര അടി ഉണ്ട്? 7 അടി ഉണ്ടത്. ഇത് എമോ അല്ല, ഇത് ഓസ്ട്രിച്ചാ. ഇത്ര പൊക്കമില്ല, സൈസും ഇല്ല. ഞാൻ അടുത്ത എന്റെ റൈഡ് ആണ്, എന്റെ റൈഡ്. വ്ളോഗല്ല ചെയ്താ ഗോകു? അളിയാ വ്ളോഗ് ഒന്നും ചെയ്തില്ല. നിന്നെ പോലെ എനിക്ക് ആ കഴിവില്ല അളിയാ. ഇതേതാ പെണ്ണ്? അത് അവന്റെ പെണ്ണ്. ഗോപിയോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഈ സാധനം ഓട്ടിക്കേ. ഇതുണ്ടല്ലോ അളിയാ, ഇതെന്ന് പറഞ്ഞാ അഡ്രിനാലിൻ റഷ്, മനസ്സിലായില്ലേ? എന്നിട്ട് നീ പതുക്കെയാണല്ലോ പോണേ. എന്നിട്ട് നീ പതുക്കെയാണല്ലോ പോണേ. 20-ലാണല്ലോ പോണത്. അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചത്. ഇത് പിന്നെ വെള്ളത്തിൽ പിന്നെ ഞാൻ തിരിയണം. വെള്ളത്തിൽ ഇത് നീ ഒന്ന് ഓടിക്കണം, അപ്പൊ നിനക്ക് മനസ്സിലാവും അതിന്റെ ഇത്. മറ്റേ ഡാൻസ് അത് അന്ന് കാണിക്കാൻ പറ്റില്ല. എന്ത് സ്റ്റോറി പ്ലേ ആണ് പറയുന്നേ? നിമ്മുന് മെസ്സേജ് അയക്കട്ടെ. നിങ്ങൾ അത്ര കണ്ടത് അത് അത്ര കേട്ടത് അത് കേട്ടായി. ഇത് കേട്ടാ ഓ എന്നെ ചുള്ളനല്ലേ ഇത്? അടുത്തൊരു സാധനമുണ്ട്. ഹലോ ഇതാണ് ഇതൊരു
അബ്ദുള്ള അബ്ദുള്ള ഇതാണ് അബ്ദുള്ള. നമുക്ക് ഓരോ പേരിട്ടിട്ട് വന്നിട്ട് കേട്ടോ. ഹലോ ഹലോ മുഹമ്മദ്. ഹലോ ഷക്കീറ. ഹലോ ഫാത്തിമ. ഹലോ 1 minute. ഇബ്രാഹിം Bagdi. يلا علي. اوكي. شاكيرا. ابراهيم كسكس. ترتمانيه جالهم. ترتمانيه جالهم. ഇത് ഏത് പാട്ടെന്ന് മനസ്സിലായ? അങ്ങേര് അറബിയിൽ അത് ആ പാട്ട് പാടിയതാണ്. ഇനി കുറെ സാധനങ്ങളുണ്ട്. ഞാൻ പക്ഷേ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സാധനം ഞാൻ വെയിറ്റ് ഇത് നോക്കട്ടെ. അത് എവിടെയാണ്? വെയിറ്റ് എൻ്റെ സ്വിമ്മിങ് കാണണോ നിങ്ങൾക്ക്? സ്വിമ്മിങ്. പിന്നെ ഞാൻ ഒരു നമ്മളെന്തായാലും എന്തായാലും കുറേ യൂറോപ്യൻ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് പൂടയൊക്കെ പഠിച്ചു എന്നിട്ട് ഇപ്പോൾ വളർന്നു വരുന്നുള്ളേ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ബോഡി കണ്ടിട്ട് ചിരിക്കല്ലേ പ്ലീസ്. ഇത് ഞാൻ എടുത്ത വീഡിയോ അല്ല, ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരും. വേറെ ഒന്നും നിങ്ങൾ നോക്കരുത്, കേട്ടല്ലോ? അതുപോലെ 18 വയസ്സിന് മേളിലുള്ളവരൊക്കെ ഇപ്പോൾ തന്നെ പോകേണ്ടതാണ്. ദിസ് ഈസ് 80+ സ്ട്രീം. സോ എല്ലാവരും പോകേണ്ടതാണ് 18 വയസ്സിന് മേളിലുള്ളവർ. ഓക്കെ, വെയിറ്റ്. നിങ്ങൾ എന്നെ തന്നെ നോക്കണം. ഇവിടെ ഞാനുണ്ടല്ലോ. ഇവിടെ എന്നെ തന്നെ നോക്കാവൂ, മനസ്സിലല്ലോ? എന്നെ തന്നെ നോക്കൂ, എന്നെ മാത്രമേ നോക്കാവൂ, കേട്ടല്ല? ഇത് ഒരു സ്വിമ്മിങ്. എനിക്ക് എൻ്റെ സ്വിമ്മിങ് സ്കില്ല് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. എൻ്റെ കിടക്കാച്ചി സ്വിമ്മിങ് എവിടെ? എൻ്റെ സ്വിമ്മിങ് വീഡിയോ എവിടെ പോയി? ഇത് ആരും കളിയാക്കല്ലേ. ഇത് എനിക്ക് നേരെ നീന്താൻ അറിയാവൂ. എനിക്ക് തിരിഞ്ഞിങ്ങനെ നീന്താൻ എനിക്ക് അറിയത്തില്ല, മനസ്സിലായ? ഞാൻ അപ്പം 3ാമത്തെ ദിവസമാണ് ഞാൻ ഈ നീന്തൽ പഠിക്കുന്നത്, കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കരുത്. ഞാൻ കാണിക്കാൻ പോണാണ്, കളിയാക്കരുത്. ഓക്കെ? നീങ്ങുന്നില്ല. നീങ്ങ ഇടയ്ക്കൊക്കെ വേണില്ലല്ലേ. ഇത് സെക്സ് ഇല്ലേ ഞാൻ കാണാൻ? കേടാ, കൈയൊക്കെ ഇങ്ങനെ വെച്ച് കിടക്കുന്നുണ്ടാ? ഇങ്ങനെ കിടക്കുന്നത് അവിടെ പൂച്ചാവാൻ പോയി. നിങ്ങളെന്റെ ബോഡി നോക്കണ്ട, ബോഡിയൊക്കെ നമ്മൾ ഉടനെ സെറ്റ് ആകും, മനസ്സിലായോ? കൂടുതൽ ഉണ്ടാക്കല്ലേ. നിന്റെയൊക്കെ നീയൊക്കെ ഇപ്പൊ മറ്റേ ഇതുണ്ടല്ലോ, ഫോണൊക്കെ മറ്റില്ല വയർ നിന്റെയൊക്കെ ടേബിളിന്റെ മേളിൽ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടന്ന് കുലുങ്ങിയിരിക്കും നീയൊക്കെ, മനസ്സിലായ? എന്നെ കളിയാക്കല്ലേ. അത് കുറച്ചു എനിക്ക് എല്ലാവരും കളിയാക്കല്ലേ. എനിക്ക് തടിയുള്ളവരെ കളിയാക്കാം, എല്ലുംകൂരിയെ കളിയാക്കാം. കാരണം രണ്ടും ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആരാണെങ്കിലും കളിയാക്കാം. ഒരുത്തന് ബോഡി ഷെയിം എന്ന് പറഞ്ഞിട്ട് എടുത്തല്ലോ, രണ്ടും ഞാൻ ആയിട്ടുണ്ട്. നിക്ക് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്റ്റോറി കണ്ടാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിക്കോയി. ബാക്കി വന്ന 2 പെണ്ണുങ്ങൾക്കും നമ്മൾ ടിപ്പ് കൊടുത്ത്, ഇവക്കും അത്ര ടിപ്പ് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ടിപ്പ് എങ്ങനെയാണെന്ന് കൊടുക്കുന്നത് വെച്ചാൽ ടിപ്പ് അവിടെ വെച്ച് കൊടുക്കണം, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടു കൊടുത്താൽ പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരത്തില്ല. എന്നെ അവിടെ ഒരു കുഴിയിൽ ഇങ്ങനെ കൊണ്ടങ്ങ് തള്ളി വെക്കും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ടർഫ് വന്നോ? തുടങ്ങിയ ടർഫ് വന്നോ? നമുക്ക് സ്പെക്ക് ചെയ്യാം. ഇപ്പം എത്ര മണിയായി? ടർഫായോ നോക്കട്ടെ. ടർഫ് തുടങ്ങില്ല. ടർഫ് തുടങ്ങുമ്പോൾ പോവാം.
ഓക്കെ ഞാൻ പറയുന്ന കേട്ടോ തിരിച്ചിട്ട് എന്റെ കുടുംബം പോയി ചിരിച്ചു. ബാക്കി കൂടി കാണിക്ക്. ഞാൻ എടുത്ത വീഡിയോ എന്നാ എടാ നീ വെയിറ്റ് ചെയ് നിൻ്റെത് ഞാനേ കാണിക്കാൻ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചില്ല, അല്ലെങ്കിൽ നിൻ്റെത് കാണിക്കാൻ കുറച്ചുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് കാണിക്കാം. ഗൈസ് ഇവ ഒരു പേടിത്തൊണ്ടനാ ഗൈസ്. ആ പെണ്ണ് വന്ന് തലേ തുണിയിട്ടപ്പോ ഇവന്റെ അടുത്ത് നൈസായിട്ട് പറയാ നീ ഇനി പുറന്നിരിക്കാൻ. ഇവ ആ സീറ്റിലിരുന്ന് മുള്ളിയില്ലെന്നേ ഉള്ളൂ. ഭയങ്കര പേടിത്തോർന്ന അവൻ. അത് എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അവള് വിശ്വസിച്ച് എനിക്ക് ഒരുവിധം എഡിറ്റ് ചെയ്യാണ്ട് കാണിക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഇതൊക്കെയാണ്. പിന്നെ ഗൈസ് എൻ്റെ പൊന്നെ ഞാനൊരു കഥ പറഞ്ഞുതരാം. എന്റെ പൊന്നെ പിജിരണ്ണ, thank you so much for the 10 subs. Don't be afraid. Thank you so much. Love you. എന്റെ പോലെ hashtag don't in the chat. Spammy. എന്റെ പോലെ thank you so much അണ്ണാ. Love you. തിരിച്ചു വന്നപ്പോ തന്നെ ഏതാ പവർ അല്ലേ. താങ്ക് യു വീട്ടല്ല ഗൈസ്. ഇതാണ് നമ്മുടെ ഫോർസല് നമ്മളെ കൂടെ കളിക്കുന്നത്. എപ്പോഴും ചോദിക്കാറില്ലേ അതാരാ ഇതാണ് ഡോട്ട്, മനസ്സിലായില്ലേ? ഞാൻ ഇപ്പൊ കഥ പറയട്ടെ. ഇങ്ങേരെ മേളിൽ കയറിയിരിക്കാണല്ലോ ഞാൻ. ഒരു മിനിറ്റ്. സ്റ്റൈലിലൊക്കെ ഇരിക്കാം. അയ്യ കയറി പൊള്ളായോ. പിന്നെ ഗൈസ് എനിക്കാണെങ്കിൽ എന്തുവാ കണ്ണ് ഞാൻ ഷോർട്ട് സൈറ്റാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ദൂരെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പോയപ്പോൾ മറ്റേ കൂടെ ഇരുന്ന ഒരു പെണ്ണിൻ്റെ കണ്ടിച്ചില്ലേ, അവളെ കണ്ണാടിയാണ് ഇത്. പവർ ഗ്ലാസ് ആണ്. പക്ഷെ എനിക്കറിയത്തില്ല എൻ്റെ അവളെയും പവർ ഒരേപോലെയാണ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അല്ല കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. രാജ് വലിച്ചത് അത് ഞാൻ പറഞ്ഞു. ഗോകു ഇവിടെ ചാറ്റില് ഫുൾ പ്രശ്നം. ഗോഡ് കമന്ററി ഗോകു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടി പിള്ളേര്. ഇപ്പൊ നമ്മള് പിന്നെ അപ്പൊ ഗോകു കമന്ററി ഒന്ന് പറയണം ഇവിടെ ടർഫിന്റെ. കാണാൻ വേണ്ടി എന്ത് കാണാൻ? ഗോകു ടർഫ് ടർഫാണെന്നല്ലോ ഞാൻ പറഞ്ഞത്. തുടങ്ങിയില്ലല്ലോ. നീ പിന്നെ എന്തിനാ ലൈവ് ഇട്ടോണ്ടിരിക്കുന്ന ഡിസ്കോഡില്? നീ എടുത്ത് വെച്ചിട്ടുണ്ടാ? ലക്ഷ്മി അമ്മാൾ ആരാണ് ഗോകു? ലക്ഷ്മി അമ്മാൾ ഏതോ ഫുട്ബോൾ കളിക്കാരനാണ്. എനിക്ക് എങ്ങനെയാ ബ്രസീലിയത്തെ ആളാ ലക്ഷ്മി. ലക്ഷ്മി അമ്മാൾ. ലക്ഷ്മി അമ്മാൾ എന്തൊക്കെ പേരാണല്ലേ കളിക്കാരൻ. ലക്ഷ്മി അമ്മാൾ പെയിനാടാ പൊട്ടാന്ന് എനിക്കറിയാം. ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ ലക്ഷ്മി അമ്മാൾ. എന്താ ലക്ഷ്മി LAKSH
AMMI ലക്ഷ്മി അമ്മാൾ AMM അല്ലല്ല അതിൽ ഇട്ടിരുന്ന പേരെന്ന് പറഞ്ഞേ കുറച്ച് ലക്ഷ്മി അമ്മാൾ നിക്ക് ആ സ- ആന്ന്. നിക്ക് നോക്കട്ടെ. എന്നെ വിശ്വാസമില്ല ഗോകു കമന്ററി പറയണേ. ആ ഗോകുന്റെ ഇല്ല പാവട ലക്ഷ്മി അമ്മാളിൽ നിന്ന് അവൻ ഇട്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഗോകുന്റെ ഇല്ല അങ്ങനത്തെ കണ്ടില്ലേ ഓ ലക്ഷ്മി അമ്മാൾ ബ്രസീലിന്റെ കളിക്കാരൻ ഇല്ല ഇല്ല ശരി. ഗോകു കമന്ററി വേണം ഗോകുവിന്റെ കമന്ററി വേണം നമുക്ക്. പോടാറങ്ങി എവിടെ ഞാൻ ഒരു 10 വർഷം അല്ലെ 3 വർഷം അതിൽ കിടന്ന് കളിച്ച് ഇനി ഞാൻ ബ്രാവോ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിയിരിക്കും ഞാൻ ഇനി സുഖാന്നറിയോ ബ്രാവോന് മുമ്പ് കൊടുക്കും ക്യാമറ നീക്കി വെച്ചിട്ട് ബ്രാവോന് കറന്നിട്ടടിക്കും. അല്ല നിന്റെ ഫേസ് ക്യാം എവിടെ നിന്റെ ഫേസ് ക്യാം എവിടെ ഞാൻ കുളിച്ചിട്ടില്ല നോക്കൂ. അതിന് നിന്റെ ഫേസ് ക്യാം ഓണാക്കിയ മണം അടിച്ചു പോവില്ല ആർക്കും അതല്ല ഞാൻ ആർക്കും മണക്കാനൊന്നും പറ്റില്ല രസമില്ല എന്നെ കാണാൻ ഒരു ഭംഗിയില്ല ഇത് ഇങ്ങനെ. ഞാൻ ഒരു ടിപ്പ് വരാവേ ഗൈസ് അപ്പൊ ഞാൻ കഥ പറയാം ഞാൻ പറയായിരുന്ന കഥ ഞാൻ പറയാം. അപ്പൊ കേൾക്കാൻ എല്ലാരും തയ്യാറാണോ തയ്യാറാണോ ഗോക്കു പെർഫ്യൂം അടിച്ച എടാ ഇതെന്റെ മുടി കണ്ട കുളിച്ചിട്ടിരിക്കുക മനസ്സിലായ അല്ല പിന്നെ അപ്പം പിന്നെ മൊറോക്കോ കഥകളാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. പിന്നെ നിങ്ങൾക്ക് കയ്യിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ മൊറോക്കോ പോവാം. നല്ല ഞാൻ പോയ ആ റിസോർട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ സൂപ്പറാണ്. കാരണം ഇന്ത്യക്കാർക്ക് പാസ്പോർട്ട് EVS എടുത്താൽ മതി 2-3 ദിവസത്തിനുള്ളിൽ EVS കിട്ടും. EVSക്ക് എത്ര രൂപയായിരുന്നു 6000-7000 ആ റേഞ്ചാണ് EVSക്ക്. അപ്പം നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം നല്ലതാണ്. അടുത്തത് നമ്മൾ ഇനി അൽബേനിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് പോകും. അതെ തന്നെ. അപ്പം തുടക്കം തന്നെ നല്ല സുഖമായിരുന്നു രസമായിരുന്നു. നമ്മളിവിടുന്ന് ഒരു എക്സ്ട്രാ ലഗേജ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് 3 മണിക്കൂറുള്ളൂ നമുക്ക് ഇവിടുന്ന്. UK പോകാൻ വേണ്ടി 3 മണിക്കൂറുള്ളൂ മൊറോക്കോയിൽ. അതായത് നോർത്ത് ആഫ്രിക്കയിലാണ് നിൽക്കുന്നത്. അതായത് പോർച്ചുഗലിന്റെ തൊട്ട് താഴെ 4:30 ഇല്ലായിരുന്നു 3 മണിക്കൂർ 10 മിനിറ്റ് 3 മണിക്കൂർ 10 മിനിറ്റ് 50 ഉണ്ട്. ലണ്ടൻ ടു മൊറോക്കോ ഫ്ലൈറ്റ് ഡിപ്പാച്ചർ ഓക്കെ എക്സ്പ്ലോർ 3 hours 45 minutes 3 hours 20 minutes 3 hours 50 minutes കേട്ടാ. ഇല്ല അത് നീ കിടന്ന് ഉറങ്ങിയോണ്ടല്ലേ നിനക്കറിയത്തില്ല. ഞാൻ ഉറങ്ങാതെ ഞാൻ ഇരുന്ന് കണ്ടോണ്ട് എനിക്കറിയാം. ഇല്ല എന്തിനാവട്ടെ അപ്പൊ നമ്മള് ലഗേജ് എക്സ്ട്രാ ലഗേജ് എടുക്കണം. അപ്പം 15 കിലോയുടെ ലഗേജ് എന്തായാലും നമ്മൾ കൊണ്ടുപോകുന്നതുകൊണ്ട് എക്സ്ട്രാ പൈസ കൊടുത്തു. ആ സമയത്ത് എത്ര 3000 രൂപ അതിന് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. അപ്പം അതല്ല പറയട്ടെ കഥ. എന്നിട്ട് എന്ന് വെച്ചാൽ 3000 രൂപ നമ്മൾ ഓൺലൈനിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകണതിന് തിരിച്ചു വരുന്നതിനും ആക്കി. അപ്പോൾ എല്ലാം കൂടെ 6000-7000 ആ റേഞ്ചായി. അപ്പം എല്ലാ ഫ്ലൈറ്റിലും നമ്മൾ ലഗേജിൽ നിന്ന് കാണുമ്പോൾ എക്സ്ട്രാ ലഗേജിൽ നിന്ന് കാണുമ്പോൾ അതാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ ഇതിലും കൊടുത്തു. എന്നിട്ട് എയർപോർട്ടിൽ നമ്മൾ ഇവിടുന്ന് സ്കോട്ട്ലാൻഡിൽ ആദ്യം ലണ്ടനിൽ പോയി കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ വീട്ടിൽ അവൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് പിന്നെ മൊറോക്കോയിലോട്ട് പോകാൻ. അപ്പോൾ എയർപോർട്ടിൽ കയറിയിട്ട് അവരതെല്ലാം റെഡിയായി. നമ്മൾ ചെന്ന് ബാഗൊക്കെ കൊണ്ടുവച്ചപ്പം നോക്കിയപ്പം വീണ്ടും ഒരു 8000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ നമ്മളിത് ആൾറെഡി ഇതൊക്കെ ലഗേജിന് വാങ്ങിച്ചാണല്ലോ പിന്നെന്താ ഇത് കാണിക്കുന്നത് വെച്ചപ്പോൾ അവിടുത്തെ നിൽക്കുന്ന ആളിനെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എടുത്ത സാധനം ക്യാബിൻ ലഗേജാണ് വിദ്യാഭ്യാസം ഉണ്ടോയെന്ന് ചോദിച്ചു. നിങ്ങൾ ക്യാബിൻ ലഗേജാണ് വാങ്ങിച്ചത്. ഈ സാമാനം ഇത്രയും വലിയ സാമാനം ക്യാബിൻ ലഗേജിൽ എങ്ങനെ കൊണ്ടുപോകും നിങ്ങൾ തലയിൽ വെച്ചോണ്ട് പോകണമെന്ന് ചോദിച്ചു. ഇത് ഹോൾഡ് ബാഗേജായിട്ട് എക്സ്ട്രാ എടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വേറെ 14000 രൂപ അടിച്ചത്. അങ്ങനെ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ നല്ല ഓംഫി കയ്യിൽ നിന്ന് 14000 രൂപ അങ്ങ് പോയി. മനസ്സിലായില്ലേ? അങ്ങനെ കയറിയപ്പോൾ തന്നെ നല്ലൊരു തുടക്കത്തിൽ കയറി. എന്നിട്ട്
പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറി നമ്മൾ തുറക്കുമല്ലേ, ഇതൊന്നും നമ്മൾ കാര്യമാക്കണ്ട, വിഷമിക്കാനൊന്നും വേണ്ട, പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കയറി ഫ്ലൈറ്റ് എടുത്തു. മൊറോക്കോയിലെത്തിയിട്ട് കൂടെ ഉള്ള കൂട്ടുകാരനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അടുത്ത പടി കൂടെ ഉള്ളവൻ കൊണ്ട് പാസ്പോർട്ടും കാണിച്ച് മറ്റേ ഫോട്ടോ വയ്ക്കും. ഇത് തമ്മിൽ നിന്നെ ഒരു ബന്ധമില്ലല്ലോ പറയുന്നത്. മറ്റേ പാസ്പോർട്ടിൽ അവൻ കള്ളനുണ്ടല്ലോ, കള്ളന്മാര് മറ്റേ പിടിച്ചിട്ട് മറ്റേ ജയിലിൽ കൊണ്ടുപോയിട്ട് മറ്റേ ഇങ്ങനെ കാണിച്ചോണ്ട് ഒരു ഫോട്ടോ എടുക്കൂലേ, അതേ ഫോട്ടോ. ഇത് രണ്ട് കണ്ടിട്ട് ഇവനെ മനസ്സിലാവില്ല, പറഞ്ഞിട്ട് റിയാസിൽ ചാറ്റിലുണ്ട്. അവനെ കൊണ്ട് പോലീസ് കൊണ്ടുപോയി. അടുത്ത വള്ളി. അങ്ങനെ പിന്നെ അവനെ കാത്തിരുന്നു. അങ്ങനെ അവസാനം കൊണ്ടുവന്ന് ആശാൻ കരഞ്ഞുകൊണ്ട് മൊറോക്കോയിൽ വന്ന് കാലുകുത്തിയത്. ഞാനാണെങ്കിൽ നമ്മളറിയുന്നില്ല ഇവനെ പോലീസ് കൊണ്ടുപോയെന്ന് അറിയുന്നില്ല. ഞാൻ വന്നിട്ട് നമ്മൾ മൊറോക്കോയിലെത്തി എന്ന് പറയാൻ തന്നപ്പം വന്നിട്ട് പഞ്ഞും എന്നെ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിൽ തുടങ്ങിയവായി. അങ്ങനെ മൊറോക്കോയിൽ വന്ന് കാല് കുത്തിയപ്പോൾ തന്നെ അടുത്ത വള്ളി കിട്ടി. പിന്നെ അടുത്ത വള്ളി എന്ന് പറഞ്ഞാൽ അടുത്ത വള്ളി എന്തിനാ നിൽക്കടൂ? ഊബർ അല്ല. അതായത് നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ല ഈ ഡാൻസും ഫുഡും എല്ലാം കൂടെ. അതായത് നമ്മളെ ബഗ്ഗി റൈഡ്, പിന്നെ ബഗ്ഗി ഡെസേർട്ട് റൈഡ്, പിന്നെ ഡാൻസ് ഷോ, പിന്നെ ഫുഡ്, അത് എല്ലാം കൂടെ ആക്കാൻ വേണ്ടിയിട്ട് 3900 ദർഹമായിരുന്നു, മൊറോക്കൻ ദർഹമായിരുന്നു. ഓക്കെ, അപ്പം അത് അവരെ കയ്യിൽ മറ്റേ കാർഡ് കൊടുക്കാൻ അവർക്ക് കാർഡ് എടുക്കില്ല, അതുകൊണ്ട് ക്യാഷ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് നേരെ ATM വിട്ട് ATM ചെന്നിട്ട് കാർഡ് ഇട്ട് കൊടുത്തപ്പോൾ ആ ATM സാധനം വലിച്ചോട്ട് എടുത്തോണ്ടെങ്കിൽ അങ്ങനല്ല. നീ എന്തിനാ ക്ലൈമാക്സ് പറയുന്നേ? എടാ ഞാൻ പറയട്ടെ എടാ ഇവിടെ തുടങ്ങിയ ഇത് എടാ കള്ളാട്ട് പോർഗേ അവന് നേരത്തെ എൻ്റെ ഉമ്മ വേണമെന്ന് പറഞ്ഞായിരുന്നു. നോക്കിയിരിക്കുന്നൊക്കെ നാണോയി. അപ്പം ഓക്കെ, എന്നിട്ട് കഥ ബാക്കി പറയാം. എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി കാർഡ് കൊണ്ടുപോയി ATM വിട്ടപ്പോൾ ATM ഞാൻ എടുക്കുവാണെന്ന് പറഞ്ഞ് നല്ല രസം നല്ല രുചി പറഞ്ഞിട്ട് എടുത്തോണ്ട് പോയി. എന്നിട്ട്